ഹലോ ഗൈസ്, രാവിലെ എണീക്കുമ്പോൾ എൻ്റെ മുടിയൊക്കെ ചപ്പറ പിച്ചറേ കിടക്കും. മുടി എനിക്ക് പ്രാന്തവും ഗൈസ്. മുടി അഴിഞ്ഞ് പോകും ഗൈസ്. എന്ത് ചെയ്യാൻ? എന്തോ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ രാത്രി ഉറങ്ങി. അതായത് രാവിലെ എണീച്ചാൽ തല പിന്നി കെട്ടുമല്ലോ പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങി ഗൈസ്. പിന്നെയാണ് മുറ്റം അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ അടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്നിട്ട് ആലോചിച്ചു. അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി ഗൈസ്. കോഴികളെ എല്ലാം തുറന്നു വിട്ടു. 5:45 കോഴിന് അപ്പം തുറക്കണ്ടാവാൻ വൈകിട്ട് തുറന്നുള്ളൂ കേട്ടോ ഗൈസ്. ഒരു 6 മണിയാക്കുമ്പോൾ തുറന്നുള്ളൂ. അപ്പത്തേനും തുറന്നിട്ട് നല്ല തണുപ്പല്ലേ, വെള്ളമുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തില്ല ഗൈസ്. ചുട്ടു ഗൈസ്, ചുട്ടു. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഉറങ്ങിയ പിന്നെ ചിലതൊന്നും അറിയില്ല, ചിലതൊക്കെ അറിയും. പക്ഷെ ഞാൻ അറിയും കേട്ടോ ഗൈസ്, എന്താണെന്നാലും അറിയും ഗൈസ്. കണ്ടോ കോഴീൻ്റെ സ്ഥലം. മഴ വന്നാൽ കോഴിയില്ല, കണ്ടോ അവിടെ കോഴിന് കാണില്ല ഗൈസ്. അവിടെ ഉണ്ട്. മഴ വന്നാൽ കോഴികൾ ഒരു ചെടീൻ്റെ മുകളിൽ, മഴ പോയാൽ അപ്പം പറന്നും കൂടെ എല്ലാം ഒന്ന് ഇതാക്കും. ഇതാ ഒരു കോഴി ഉണ്ടോ എവിടെ? അതാ ഒന്ന് മാത്രം പറന്നു വന്ന് അവിടെ കളിച്ചു ഗൈസ്. ഒരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ മുത്തു എൻ്റെ പൂച്ചക്കുട്ടി പ്രസവിച്ചു ഗൈസ്. ഒരു കുട്ടി ജനിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷമായി. രാവിലെ എഴുന്നേറ്റ് ഞാനിന്ന് ഞാൻ സാം റൂമിലെ പ്രസവിച്ചിട്ടോ ഗൈസ്. ഞാനവിടെ ഒരു അട്ടപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുത്തുവിന് എപ്പോഴും അതിൽ കിടത്തുണ്ടോ ഗൈസ്. അവൾ മുമ്പേ തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു, ഗർഭിണി ആയിരുന്നു. പിന്നെ എനിക്ക് സംശയമായിരുന്നു, ചിലപ്പോൾ നിറയെ പാലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് വെച്ചിട്ട് വയറൊക്കെ വീർത്തായിരിക്കും വിചാരിച്ചു. പക്ഷെ ഞാൻ രാവിലെ എണീച്ച് കണ്ടപ്പോഴാണ് ഒരു കുഞ്ഞു മിയാമിയ. അപ്പോൾ ഞാൻ നെട്ടു. എനിക്ക് സന്തോഷം, ഇങ്ങനെ തുള്ളിച്ചടിക്കാൻ. പക്ഷെ ഒരു കുട്ടിയുള്ളൂ. എനിക്ക് ഒരു കുട്ടിയായാലും കുഴപ്പമില്ല, സന്തോഷം. ഇന്നലെ അല്ല മിലിങ്ങാന്നാണ് ജനിച്ചത്. ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. സന്തോഷത്തിൽ പിന്നെ എല്ലാം ഇങ്ങനെ നടക്കും. അപ്പോൾ മുത്തു ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ പോവും, അല്ലെങ്കിൽ പുറത്ത് പോകും ഗൈസ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ പുറത്ത് പോകും. നമുക്ക് എൻ്റെ വീട്ടിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ, ആരൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെത്തി വരും. മിന്നു ആ അട്ടപ്പെട്ടിയിലാണ് കേട്ടോ. കിങ്ങിണി ഉറങ്ങുകയാണ്. അമ്മൂമ്മ അതാ, തുമ്പിതാ, മിന്നു അതാ അവിടെ ഇരിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുകയാണ്, എന്നിട്ട് കിടക്കുകയാണ് കേട്ടോ ഗൈസ്. കണ്ണാടി കൂടെ കണ്ടോ? ഏട്ടൻ ഉറങ്ങുകയാണ്. ഏട്ടനെ കാണിച്ചേട്ടൻ തയ്യും. അപ്പോൾ ഞങ്ങളുടെ വാഴ വീണു ഗൈസ്. വാഴ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വയറ്റത്തെ വാഴയൊന്നും കാട്ടിയിട്ടില്ല. ഞങ്ങളുടെ കാക്കപ്പൂ പിന്നെയും വിരിയാൻ തുടങ്ങി. ആദ്യം ഉണങ്ങി ഒന്നുമില്ലാണ്ടായിട്ടോ ഗൈസ്, ഉണങ്ങിപ്പോയി. മഴയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പഴയ പോലെ ആവാൻ തുടങ്ങി ഗൈസ്. നല്ല ഭംഗി ഉണ്ട് കേട്ടോ. നോക്കൂ, കണ്ടോ നല്ല ഭംഗി. അയ്യോ എവിടെ, എനിക്ക് ഈ വീഡിയോ കൂടെ ഒന്നും കാണണ്ടോ. കണ്ടോ നല്ല ഭംഗിയായിട്ടോ. പോയതാണ് ഇതാണ്. അതാ വന്നു ഗൈസ്. ഗൈസ് കണ്ടോ, നീ മറന്നോ പോയൊരു നാൾ ഇനിയെപ്പോലെ നാമിനും ഋത്തുപള്ളിയിലൊത്തു ചേർന്നു ഏറെ നാള് പോയതല്ലേ. നീ മറന്നോ കിരിയെപ്പോലെ നാമിനും ഋത്തുപള്ളി എത്തുചേർന്നു ഏറെ നാള് പോയതല്ലേ. ഇത് വരെ എനിക്കറിയുള്ളൂ. ഇനി പറയാൻ ഞാൻ തെറ്റും നാണം കെടും ഗൈസ്. എനിക്ക് നാണം കെടാൻ വയ്യ ഗൈസ്. അപ്പം എൻ്റെ രാവിലെ ചായ കുടിച്ച ഗൈസ് അവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഞാനൊരു മരിങ്ങാക്കൊള്ളിയാണ്. എനിക്കിങ്ങനെ എല്ലാം ഞാൻ കഴിച്ചാൽ എനിക്ക് കഴുകാൻ പറ്റും. ഞാൻ വെച്ച ഫുഡിനെ ഞാൻ കഴുകും. നോക്കൂ ഗൈസ്, നല്ല ഭംഗി. മഴ വന്ന് ഞാൻ ഇങ്ങനെ കുളിക്കും. അപ്പം മേലിക്കൊക്കെ മഴ വീഴും ഗൈസ്. മഴത്തുള്ളികൾ അപ്പോൾ ഷട്ടപ്പ് അവളെന്നെ ദേഷ്യപ്പെട്ടു കേട്ടോ ഗൈസ്. കണ്ടോ വീണിട്ട് കാട്ടാം. നീ വീഴുന്നിട്ട് ഞാൻ നിന്നെ കാട്ടും ഗൈസ്. സൈക്കിളും തോന്നുന്നു. ഞങ്ങളിങ്ങനെ കഴിച്ച അണ്ടികളില്ല മാങ്ങൻ്റെ, അതിങ്ങനെ എറിയിട്ടാ പിന്നെ ഒരു മാസമൊക്കെ കാണുമ്പോൾ അത് ചെടിയായി മുളക്കും.
എപ്പോഴും ഗൈസ് അതിലൂടായിരുന്നു. അതിലോട് ചെടിയും വന്നു. ഞാനില്ലേ അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും മാങ്ങ വലിയല്ലടി അൻ്റെയൊന്നും മണ്ണിൻ്റെ ഉള്ളിൽ കൊണ്ട് കുഴിച്ചിട്ട് പറഞ്ഞു. പിന്നെ കുഴിച്ചിട്ട മാങ്ങ ഇപ്പം ഇത്രയും വലുതായി ഗൈസ്. കാണിച്ചുതരാം. ഇതാ ഇത്രയും വലുതായി. കാണിച്ചുതരാം കേട്ടോ. ഇതുണ്ടോ ഇത്രയും വലുതായി ഗൈസ്. ഞാനിവിടെ നല്ല വൃത്തി ഞങ്ങളുടെ ഒരു ചെടിയുള്ള സംഭവമായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ വേറെ മാങ്ങ മരം കാണിച്ചു കേട്ടോ. അതും വലുതായി. ഇതാ കണ്ടോ ഇതൊക്കെ മാങ്ങ മരം. ഇത് മുരിങ്ങ കേട്ടോ ഗൈസ്. ഞങ്ങളുടെ ചക്കമരം ഞങ്ങൾക്ക് കുറേ ചക്കമരം ഉണ്ട് ഗൈസ്. 4 ചക്കമരം. പിന്നെ ജെറി കാണിച്ചു കേട്ടോ. ജെറീൻ്റെ കാണിച്ചു തരാം. നമ്മുടെ കടയിൽ നിന്നാണ് ജെറി, അല്ലാതെ വേറെ. ഈ ചെറീനെയാണ് അവർ ഈ ചെറിയ ആക്കി മാറ്റുന്നത്. നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട്ടിൻ്റെ ബാക്കിലാണ്. കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇനിയും പഴുത്തിട്ടില്ല കേട്ടോ ഗൈസ് ഒന്നും. ഇതാണ്ട വാഴ വീണത് ഞങ്ങളുടെ വാഴ വീണു ഗൈസ്. ഇതാണ്ടോ ഇതാണ് പച്ചച്ചെറി. പഴുത്ത നല്ല ടേസ്റ്റാണ്. ചോര നമുക്ക് മറ്റേ പറ്റിക്കാൻ പറ്റും ഗൈസ്. അതാ ഗൈസ് പഴുത്തത്. ഞാൻ കുറേ ശ്രമിക്കും, ഒന്നും പോലും എനിക്ക് കിട്ടില്ല. നല്ല പുളിയുറുമ്പായിരിക്കും. ഈ ചെറീൻ്റെ അപ്പുറത്ത് പുളിമരം ഉണ്ട് കണ്ടോ. പുളിമരം കണ്ടോ, അതാണ് നല്ല പുളിയുറുമ്പായി ചെറിയിൽ. അല്ലെങ്കിൽ വേറൊരു പുളിയുറുമ്പ് ഉണ്ടാവില്ല ഗൈസ്. നമുക്ക് ഒരു പച്ചച്ചെറി വലിക്കട്ടെ. പഴുത്ത ചെറിയൊക്കെ നമുക്ക് നല്ല കടും കളർ. ഇപ്പം അതൊന്നും കാണില്ല. താഴെ വീണിട്ട് അതാ ഗൈസ് താഴെ വീണ് പഴുത്ത ചെറി താഴെ വീണ് അടക്കണു കേട്ടോ ഗൈസ്. അത് അവിടെയാണ്. നമുക്കൊന്ന് അടക്കി പോകാൻ പറ്റില്ല. നമുക്ക് പച്ചച്ചെറി വലിക്കാം. ഒരു റെഡ് കളറായിട്ടുള്ള നമുക്ക് ചെറിയ വലിച്ച് തിന്നു നോക്കാം. ഏത് വലിക്കാം? ഇത് വലിക്കാം ഗൈസ്. ഇത് പച്ച വെള്ളയുണ്ട് കേട്ടോ. അത് നമുക്ക് കാര്യം നോക്കണ്ട. ഇതിലങ്ങനെ പാലായിരിക്കും ഗൈസ്. അത് നമുക്ക് കളയാം.